ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. ചൂട് കാലമല്ലേ, നമുക്കൊരു നല്ല ഗ്രേപ്പ് സ്ക്വാഷ് ഉണ്ടാക്കി നോക്കിയാലോ? യാതൊരു പ്രിസർവേറ്റീവ്സോ ഒരു കെമിക്കൽസോ ഒന്നും ചേർക്കാതെ തന്നെ അതേസമയം കടയിൽ നിന്ന് കിട്ടുന്ന സ്ക്വാഷിൻ്റെ അതേ പെർഫെക്റ്റ് ടേസ്റ്റോട് കൂടിയ നല്ലൊരു ഗ്രേപ്പ് സ്ക്വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കറുത്ത മുന്തിരിങ്ങയാണ് ഗ്രേപ്പ് സ്ക്വാഷിന് നല്ല കളറ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് കറുത്ത മുന്തിരിങ്ങ കിട്ടാത്തത് കൊണ്ട് ഞാൻ സാധാരണ മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ മുന്തിരിങ്ങ നന്നായിട്ട് തണ്ടൊക്കെ മാറ്റിയിട്ട് ഒരു 3 വെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയാണ് അത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ മുന്തിരിങ്ങ നെമന്ന് കിടക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കൂടി പോകരുത്, അത് നെമക്കെ വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലൊരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈ തവിയുടെ ഒരു ചെവിട് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ചതച്ചെടുത്തിട്ടാണ് ഇത് അരിച്ചെടുക്കേണ്ടത്. കാരണം ഇത് മിക്സിയിൽ നമ്മളിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവും കൂടെ ചേർന്ന് ചതഞ്ഞു പോകുന്നതുകൊണ്ട് ഒരല്പം ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ നീര് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ ഈ മുന്തിരിങ്ങ ആയതുകൊണ്ടാണ് ഈ ഒരു ഇളം കളറിൽ നല്ലൊരു പിങ്ക് കളർ പോലെ ഈ ജ്യൂസ് വന്നിരിക്കുന്നത്. മറ്റേത് ആ കറുത്ത മുന്തിരിങ്ങയാണെങ്കിൽ നമുക്ക് നല്ല ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ജ്യൂസ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ആ കൊത്ത് വന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇനിയും ജ്യൂസുണ്ട്. നമ്മളത് വേസ്റ്റ് ആക്കരുത്. അത് വീണ്ടും നമ്മൾ ഒരു തവിയുടെ മൂട് കൊണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ എങ്ങാനും കുത്തി ചതച്ചെടുത്തിട്ട് വീണ്ടും അത് അരിച്ചെടുക്കുക. ഇനിയും അരിച്ചെടുത്ത് കഴിഞ്ഞാലും പിന്നെയും അതിനകത്ത് ജ്യൂസ് തങ്ങി നിൽക്കും. അത് നല്ല പഴമല്ലേ, നമ്മളതിൻ്റെ ജ്യൂസൊന്നും വേസ്റ്റ് ആക്കണ്ട. ഇനിയും നമ്മൾ വീണ്ടും അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് അതിൻ്റെ ജ്യൂസൊക്കെ അതിൽ നിന്ന് മൊത്തം ജ്യൂസ് കുഞ്ഞ് വരുന്നത് പോലെ ഒന്ന് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതുപോലെ ഒരു നല്ല വെള്ള തുണിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൊത്തം ജ്യൂസ് നമുക്ക് കിട്ടും. ആ ഒരു നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു 3/4 കിലോ മുന്തിരിങ്ങയുടെ ജ്യൂസ് മൊത്തം ഒട്ടും വേസ്റ്റ് ആകാതെ നമുക്ക് കിട്ടും. ഇനി അവസാനം നമ്മൾ ഈ തുണി വെച്ച് പിഴിഞ്ഞെടുക്കേണ്ട, അത് പോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം, അതങ്ങ് കളയാം. അതിനകത്തിപ്പം വലുതായിട്ട് ജ്യൂസൊന്നുമില്ല, അതേ കണ്ടില്ലേ, കുറച്ച് ഇത്രയേ ഉള്ളൂ. അത്രയും പോലും വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചാൽ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജ്യൂസ് ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ട് ആ ജ്യൂസ് അളന്ന് നോക്കണം. നമ്മൾ ജ്യൂസ് അളന്നിട്ട് ആ ജ്യൂസ് എത്ര ഗ്ലാസ് ഉണ്ടോ ആ ജ്യൂസിൻ്റെ അതേ അളവ് വെള്ളവും ഇരട്ടി പഞ്ചസാരയും ചേർത്താണ് നമ്മൾ അടുപ്പിൽ വെക്കേണ്ടത്. അതേ ജ്യൂസിൻ്റെ അതേ അളവ് വെള്ളവും ഇരട്ടി പഞ്ചസാരയും ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്, അത് നൂൽപ്പരുവം ഒന്നും ആകണ്ട, ജസ്റ്റ് ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം ആ ഒരു ചെറുതായിട്ടൊന്ന് കൊഴുക്കാൻ തുടങ്ങുന്ന ആ പരുവത്തിൽ അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇതിൽ കൂടുതലങ്ങ് ഒരുപാട് കൊഴുത്തു പോയാൽ അത് നമ്മൾ ആറുമ്പോഴത്തേക്ക് പിന്നെയും കട്ടിയായി പോകും. ഇനി അതിനകത്തോട്ട് നമുക്ക് സിട്രിക് ആസിഡ്, ഇതാണ് സിട്രിക് ആസിഡ്. ഇത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. ഉപ്പ് പരൽ പോലെ ഇരിക്കും. ഇത് ലെമൺ എക്സ്ട്രാക്റ്റ് ആണ്. അതിൻ്റെ ഒരു ടീസ്പൂൺ, ഒരു പക്ഷേ നിങ്ങൾക്ക് സിട്രിക് ആസിഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതി ഇതിന് പകരം. അതൊരു പുളിപ്പിനായിട്ട് നമ്മൾ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സിട്രിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാര അലിയിച്ചെടുത്തതിന് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചിലപ്പം ഈ പൊടികളൊക്കെ കാണുമല്ലോ. അരിച്ചെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വച്ചതിന് ശേഷം ഈ ജ്യൂസും ആ പഞ്ചസാര ലായനിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് ഒന്ന് മിസ്സായിപ്പോയേ. ഇനി അതിനകത്ത് ഈ ഗ്രേപ്സിൻ്റെ എസൻസ് കിട്ടും. ആ എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഒഴിക്കുക. ഓപ്ഷണലാണ്, അത് അത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു, സ്ക്വാഷിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഒട്ടും വെള്ള നനവില്ലാത്ത കുപ്പികളിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നല്ല കുപ്പികൾ, ഗ്ലാസ് ബോട്ടിലുകളാണ് നല്ലത് സ്ക്വാഷ് സൂക്ഷിക്കാം. പിന്നെ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വെള്ളമയം ഒട്ടും ഇല്ലാത്ത കുപ്പികളിലാക്കി സൂക്ഷിച്ചിട്ട് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3:1 ആണ് ഇതിൻ്റെ റേഷ്യോ.
എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം സ്ക്വാഷും 3 ഭാഗം വെള്ളവും ചേർത്ത് കുടിക്കുക. പിന്നെ നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് വാങ്ങിച്ച് 1/4 ടീസ്പൂൺ വെള്ളത്തിൽ അലിയിച്ച് ഈ സ്ക്വാഷിൽ മിക്സ് ചെയ്തതിന് ശേഷം ബോട്ടിലുകളിൽ സൂക്ഷിക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള സ്ക്വാഷാണ് ഇത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.